കുറേ നാളത്തെ ആഗ്രഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണോ ഇപ്രാവശ്യം എനിക്കും മോനിക്കും ഹസ്ബൻഡ് അടുത്തേക്ക് പോരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം പോയിട്ട് ഒരു 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ലാൻഡ് ചെയ്യുക, ഫ്ലൈറ്റിലേക്ക് കയറാനുള്ളൊരു ചാൻസ് നമുക്ക് ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയില്ല. കാരണം നമുക്ക് ഒരു തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലതവണ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരിക്കൽ ദൈവം കേൾക്കുമെന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ദൈവം സ്വീകരിച്ചതിന് ഫലമായിട്ടാണ് ഇപ്രാവശ്യം എനിക്കും മോനിക്കും പോരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഒരു 7 kg വെയിറ്റ് എൻ്റെ ഷോൾഡറിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് 30+ൻ്റെ 2 എണ്ണം പിന്നെ ഒരു 7 ഒക്കെ ആയിട്ട് ഞാൻ അവരുടെ ലഗേജിൻ്റെ കൂടെ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിറ്റും താങ്ങി നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ കയറുമ്പോൾ എൻ്റെയും മോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. കാര്യമായ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു, എമിഗ്രേഷൻ കഴിഞ്ഞു, അതിൻ്റെ വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഫ്ലൈറ്റ് എങ്ങനെയാണ് ഇനി പൊങ്ങുക, അതിനുശേഷം നമ്മൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ രാത്രി ഒന്ന് ഉറങ്ങി. കാരണം 11:45 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ആ ഫ്ലൈറ്റ് കയറിയ ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാനൊരു ഉറക്കം കഴിഞ്ഞ് കണ്ണുറന്നപ്പോൾ ഈ യെല്ലോ കളർ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒമാൻ എത്താനായിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അവിടെ ചെന്ന് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പൈലറ്റ് വിളിച്ച് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒമാനിൽ ലാൻഡ് ചെയ്തു. അതിനുശേഷം ലഗേജൊക്കെ ആയിട്ട് റൂമിൽ